മലപ്പുറം തിരൂരിൽ SIR എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഉടുമുണ്ട് പൊക്കിക്കാട്ടി BLO. മലപ്പുറം തൃപ്പങ്ങോട് പഞ്ചായത്തിലെ 38-ാം നമ്പർ ബൂത്തിലെ BLOയാണ് നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായത്. നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായാണ് ഇയാൾ ഉടുമുണ്ട് അഴിച്ചു കാട്ടിയത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വാസുദേവനെ BLO ചുമതലയിൽ നിന്ന് മാറ്റി. ഇയാൾക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകും. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതെന്നായിരുന്നു വാസുദേവന്റെ വിശദീകരണം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സാധാരണ മദ്യപിച്ച് ലെക്ക് കെട്ട് ചില ആളുകൾ ഈ രീതിയിൽ ഉള്ള വൃത്തികേടുകൾ കാട്ടാറുണ്ട്. പക്ഷേ ഇത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, അതായത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതെന്ന് വാസുദേവൻ ന്യായീകരിക്കുമ്പോഴും അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയാണ്. ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, പൊതുസമൂഹത്തിന് മാതൃകയാക്കാനും കഴിയില്ല. അത്രമാത്രം മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇടത്ത് ഉടുതുണി പൊക്കി കാണിച്ച് മറുപടി പറയുക എന്നുള്ളത്. പക്ഷേ ഇതിൽ BLOമാർ നേരിടുന്ന സമ്മർദ്ദമാണ് ഇത്രയും ദിവസം വലിയ വാർത്തയായതെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടായ മറ്റൊരു സംഭവമായിട്ട് വേണം ഈ ഒരു ഉടുതുണി പൊക്കിയതിനെ കൂടി കാണാൻ എന്ന് വേണം കരുതുന്നത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരൂർ തൃപ്പങ്ങോട് പ്രാദേശികമായിട്ട് അന്വേഷിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞത്. ഒന്ന്, ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, പനിയും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ ഒരു ക്യാമ്പ് നിശ്ചയിച്ചപ്പോൾ ക്യാമ്പ് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും പക്ഷേ പറ്റില്ല, ക്യാമ്പ് നടത്തിയേ തീരൂ എന്നുള്ള ഒരു നിലപാടെടുക്കുകയും അങ്ങനെ ക്യാമ്പിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. 2-3 പേർ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിച്ചു വരികയും അതിന് മറുപടി പറഞ്ഞ് അദ്ദേഹം ജോലി തുടരുമ്പോൾ വീണ്ടും അവർ പ്രകോപിപ്പിക്കുകയും അങ്ങനെ ഉണ്ടായ പ്രകോപനത്തിൻ്റെ ഒടുവിൽ കണ്ടതാണ് നമ്മൾ ആ ഉടുതുണി പൊക്കിയുള്ള ആ മറുപടി. എന്താണെങ്കിലും കർശനമായ നടപടി ഇയാളെ ചുമതലയിൽ നീക്കിയിട്ടുണ്ട്. മറ്റ് നടപടികൾ എന്തെല്ലാം വരും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇതിൽ വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രകോപിപ്പിച്ചവർക്കൊക്കെ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തോട് വിരോധമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ഒരു ട്രാപ്പിൽ പെടുത്തുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ ഉണ്ടായി എന്ന തരത്തിലാണ് പ്രാദേശികമായിട്ട് അറിയാൻ കഴിയുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, ആരും മാതൃകയാക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് തിരൂരിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായ നടപടിയും ആവശ്യമല്ലേ? നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? അനുമോദ്, നമ്മൾ ഉച്ചയ്ക്കും പോലീസിനോട് സംസാരിച്ചിരുന്നു. ഇതുവരെ ഒരു രേഖാമൂലമോ വാക്കാലോ പരാതി തന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സംഭവ സ്ഥലത്തുണ്ടായതൊക്കെ ഇയാൾ അറിയുന്ന ആൾക്കാരും ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാത്തത്. ഇനി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളുമായിട്ട് ഇനി ആരെങ്കിലും പോലീസിനെ സമീപിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. എന്തെങ്കിലും പരാതി കിട്ടിയാൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് തിരൂർ പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. അനുമോദിലേക്ക് ഇപ്പോൾ എത്താം. കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ BLOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിയമപരമായ നടപടിയും ഇയാൾക്കെതിരെ ആവശ്യമാണ്. പിന്നെ
യെസ്, വ്യക്തമാണ്. നേരത്തെ CV അനുമോദാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയത്. BLOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് സൂചന.